കുട്ടികൾ മണ്ണിൽ കളിച്ച് വളരണം. മണ്ണിൽ കളിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ശരിക്കും നമ്മളിപ്പോൾ കാണുന്നുണ്ടാവും കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ പാരൻസ് റെസ്ട്രിക്ട് ചെയ്യുന്നത്. ഇനി കളിക്കല്ലേ, എന്താ ചെയ്യുന്നത്, കൈ കാല് കഴുകിയിട്ട് ഉള്ളിലേക്ക് പോവാ, അങ്ങനത്തെ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഓവർ ഹൈജീനും അണ്ടർ ഹൈജീനും ആക്ച്വലി പ്രോബ്ലമാണ്. ഓവർ ഹൈജീൻ എന്ന് വെച്ചാൽ തീരെ മണ്ണിലേക്ക് പുറത്തിറങ്ങാത്ത കുട്ടികൾ അവർ ചെറിയൊരു പൊടി തട്ടുമ്പോൾ തന്നെ അലർജീൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അണ്ടർ ഹൈജീനായി നിൽക്കുന്ന സമയത്ത് വിരശല്യങ്ങൾ അല്ലെങ്കിൽ അലർജി പ്രശ്നങ്ങൾ മറ്റു അസുഖങ്ങൾ എല്ലാം കാണാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മണ്ണിൽ കളിച്ച് വളരട്ടെ കുട്ടികൾ. നിങ്ങൾ എല്ലാ സമയത്തും കുട്ടികളെ റെസ്ട്രിക്റ്റ് ചെയ്ത് വെക്കുമ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കാൻ പറയുമ്പോൾ അവർക്കൊരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ വേണം. ഇപ്പോൾ കളിക്കാൻ അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വേണം. അപ്പോൾ മിക്കവാറും കുട്ടികൾ എന്താവും, നമ്മൾ മൊബൈലിലേക്ക് അല്ലെങ്കിൽ ടി വിയിലേക്ക് അഡിക്റ്റ് ആവും. കുട്ടികൾ പുറത്ത് മറ്റു കുട്ടികളെ കൂടെ മിങ്കിൾ ചെയ്തിട്ട് കളിച്ച് വളരണം. അതൊരു പ്രകൃതി നിയമമാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവർ കയറുമ്പോൾ മാത്രമാണ് നമ്മൾ ഹൈജീൻ നോക്കേണ്ടത്. അപ്പോൾ കൈകാല് മുഖം കഴുകിയിട്ടും ഈ നഖത്തിൻ്റെ ഇടയിലുള്ള ചളികൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ കഴുകേണ്ട രീതികൾ പറഞ്ഞു കൊടുത്തിട്ടും 6 മാസം കൂടുമ്പോൾ ഡീവേം ചെയ്തിട്ടും കൊണ്ടുപോവുകയാണ് വേണ്ടത്. അപ്പോൾ കുട്ടികൾ മണ്ണ് തിന്നുന്ന കണ്ടീഷനോ, അപ്പോൾ ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് ഒട്ടുമിക്ക കണ്ടീഷനും അയൺ ഡെഫിഷ്യൻസിയിലാണ് കാണുന്നത്. അത് ഈ അയൺ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ തന്നെ ഈ മണ്ണ് തിന്നാനുള്ള ടെൻഡൻസി, നോൺ ന്യൂട്രീറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ തിന്നാനുള്ള ടെൻഡൻസി കൺട്രോളായി കിട്ടുന്നതാണ്.